which one of the following computer component is fastest in terms of speed of access? Okay, speed wise ഏറ്റവും fastest memory ഏതാണ്? So we got some options: USB drive, solid state drive, RAM, hard disk drive. So which one is the right answer? See here. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഈ ഒരു ചാർട്ട് വഴി ഡിഫറെന്റ് മെമ്മറി ഹൈറാർക്കി മനസ്സിലാക്കാൻ സാധിക്കും. കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോസസേഴ്സ് ആണ്. പ്രോസസേഴ്സ്, രജിസ്റ്റേഴ്സ് പോലുള്ള ചെറിയ ടൈപ്പ് ഇമ്മീഡിയറ്റ് ആക്സസിന് വേണ്ടിയുള്ള ചെറിയ ടൈപ്പ് ഓഫ് മെമ്മറീസ് അതേ അതാണ് പ്രോസസേഴ്സിലും രജിസ്റ്ററിലും വരുന്നത്, പ്രോസസർ രജിസ്റ്റേഴ്സിൽ വരുന്നത്. സോ ഈ പറയുന്ന പ്രോസസർ രജിസ്റ്റേഴ്സ് നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ മൊമെന്റിൽ തന്നെ കിട്ടണം. സോ ദിസ് ഇസ് ദി ഫാസ്റ്റസ്റ്റ് ടൈപ്പ് ഓഫ് മെമ്മറി. അത് ചെറിയൊരു പോർഷന് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. നമുക്കത് മേടിക്കണമെങ്കിൽ ഫാസ്റ്റസ്റ്റ് മെമ്മറി ആണെങ്കിൽ ആയതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പിലേക്ക് പോകുമ്പോൾ പ്രോസസർ ക്യാഷെ ഫയൽസ് ഈസ്. പ്രോസസർ ക്യാഷെ ആണെങ്കിൽ അതും വെരി ഫാസ്റ്റ് മെമ്മറി ആണ്, വെരി എക്സ്പെൻസീവ് ആണ്. രജിസ്റ്റേഴ്സ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞാൽ ക്യാഷെ മെമ്മറി എന്താണെന്ന് നമുക്ക് പറയാം. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് ആണ് റാൻഡം ആക്സസ് മെമ്മറി. സോ നമ്മളിവിടെ തന്നിരിക്കുന്ന ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രോസസേഴ്സ് ഇല്ല, രജിസ്റ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് റാൻഡം ആക്സസ് മെമ്മറി ആണെന്ന് പറയാം. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കംസ് ഫ്ലാഷ് ഓർ USB ഡ്രൈവ് ആണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ഡിസ്ക്. ആ മെമ്മറി എന്ന് പറയുന്നത് ഈ റാൻഡം ആക്സസ് മെമ്മറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് ആണ്. കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആണ്, എന്നിരുന്നാൽ കൂടിയും സ്ലോവർ while comparing with random access type memory, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവസ്റ്റ് ആണ്, എന്നാലും ആക്സസബിൾ ആണ്. ഓക്കെ, ദെൻ ദിസ് മെമ്മറി ഈസ് ചീപ്പ്. നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിന് ഇന്ന് മെമ്മറി കാർഡ്സ് അല്ലെങ്കിൽ USB ഡ്രൈവ്സ് അവൈലബിൾ ആണ്. സോ റാൻഡം ആക്സസിനേക്കാൾ ചീപ്പാണ് USB മെമ്മറി ഓർ ഫ്ലാഷ് മെമ്മറി. ദെൻ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്ക് നെക്സ്റ്റ് സ്ലോവസ്റ്റ് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് സ്ലോ ആണ്, ദെൻ അത് ഈവൻ മോർ ചീപ്പർ ആണ്, വെരി ചീപ്പാണ്. ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ടേപ്പ് ബാക്കപ്പ്, ലൈക്ക് നമ്മളിപ്പോ CD ഡ്രൈവ്സ് അല്ലെങ്കിൽ മറ്റ് ടൈപ്പ് സ്റ്റോറേജസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സ്റ്റോറേജുകളാണ് ഏറ്റവും സ്ലോവസ്റ്റ് ടൈപ്പ് ഓഫ് മെമ്മറീസ്. സോ ഇത്രയുമാണ് അതിന്റെ ഓർഡർ. ഒന്ന് നോക്കുക. ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേഴ്സ് ആർ ദെയർ. രജിസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ക്യാച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് റാൻഡം ആക്സസ് മെമ്മറി. അത് കഴിഞ്ഞാൽ പിന്നീട് പെർമനന്റ് സ്റ്റോറേജിലേക്ക് പോകും. ഇതെല്ലാം പെർമനന്റ് സ്റ്റോറേജ് ആണ്, ഇതെല്ലാം ടെമ്പററി. ആദ്യത്തെ മൂന്നും ടെമ്പററി സ്റ്റോറേജും, ഇത് ടെമ്പററിയും ഇത് പെർമനന്റും ആണ്. ഓക്കെ, പെർമനന്റ് സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഫ്ലാഷ് ഡ്രൈവ്, USB ഇതൊക്കെ പെർമനന്റ് സ്റ്റോറേജിന് ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് എന്നും പറയാം, ബിക്കോസ് നമുക്കത് ഇറേസബിൾ ആണ്, പെർമനന്റ് സ്റ്റോറേജ് ആണ്. ദെൻ ഹാർഡ് ഡ്രൈവ് ഇസ് ദെയർ. ഏറ്റവും അവസാനമായിട്ട് ടേപ്പ് ബാക്കപ്പ്. ഇനി ഇതേ ആസ്പെക്ട് തന്നെ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് മെമ്മറി ഹൈറാർക്കിയിൽ സൈസ് വെച്ചും ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഇപ്പോ നമ്മൾ എടുക്കുന്നത് രജിസ്റ്റേഴ്സ് ആണെങ്കിൽ, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ സൈസ് ആണ്. നമുക്ക് അധികം ഡേറ്റയൊന്നും അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല, വളരെ കുറച്ച് മെമ്മറി മാത്രമേ ഉണ്ടാവൂ. അതേപോലെ തന്നെയാണ് ക്യാche മെമ്മറി. ദെൻ റാൻഡം ആക്സസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മെമ്മറി സ്റ്റോറേജ് ആവശ്യമുണ്ട്, സോ മീഡിയം സൈസ് മെമ്മറിയാണ്. ദെൻ ലാർജ് സൈസിലേക്ക് വരുന്നു, ഫ്ലാഷ് ഡ്രൈവിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സൈസ് കൂടുന്നു, സ്മോൾ സൈസ് മെമ്മറിയാണ്. ആൻഡ് അടുത്ത ലെവലിൽ യു ക്യാൻ സേ ഹാർഡ് ഡ്രൈവ്സ് ഒക്കെ വരുമ്പോൾ ലാർജ് സൈസ് മെമ്മറിയിലേക്ക് വരുന്നു. അതേപോലെ ബാക്കപ്പ് ടൈപ്പ് മെമ്മറി വരുമ്പോഴും ലാർജ് സൈസ് മെമ്മറിയാണ്. ഓക്കെ, സോ ഇതാണ് ഹൈറാർക്കി. എന്തെങ്കിലും ഡൗട്ട്സ്? ആ ക്രോണോളജി പലതവണ വന്നിട്ടുണ്ട്, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോസസർ ക്യാച്ചേഴ്സും അതേപോലെ പ്രോസസർ രജിസ്റ്റേഴ്സുമാണ്.
ഇതെല്ലാം ഇന്റേണൽ മെമ്മറിയാണ്, കമ്പ്യൂട്ടറിന് അകത്ത് തന്നെയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി. ദെൻ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു കാർഡ് വഴി അല്ലെങ്കിൽ റാം വഴി, റാൻഡം ആക്സസ് മെമ്മറി വഴി അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന മെമ്മറിയാണ് മെയിൻ മെമ്മറി ആയിട്ട് നമ്മൾ പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. ഇനി അത് കൂടാതെ സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്, ഓൺലൈൻ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയും. അതേപോലെ ഓഫ്ലൈൻ ബൾക്ക് സ്റ്റോറേജും ഉണ്ട്. ലൈക്ക് നമ്മൾ ഇപ്പോ മെമ്മറി കാർഡോ അല്ലെങ്കിൽ CD ഡ്രൈവ്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബൾക്കായിട്ട് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഓഫ്ലൈൻ സ്റ്റോറേജ്. ഇനി കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ആണെങ്കിൽ അതിനെ നമുക്ക് ഓൺലൈൻ സ്റ്റോറേജ് എന്ന് പറയാം. ലൈക്ക് അവർ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. ഇതെല്ലാം ഓൺലൈൻ സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഒന്നുകൂടി ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ മെമ്മറി ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. ഫസ്റ്റ്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡ്, സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി രണ്ട് രീതിയിലുണ്ട് ഉള്ളതുണ്ട്. ഒന്ന് റാൻഡം ആക്സസ് മെമ്മറിയും, രണ്ട് റീഡ് ഓൺലി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. ദാറ്റ് മീൻസ് മെമ്മറി വിൽ ഗെറ്റ് ഇറേസ്ഡ്. ഓരോ തവണയും നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് ചെയ്യുമ്പോൾ ഇറേസ് ആയി പോകുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. ബട്ട് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പെർമനന്റ് മെമ്മറി. നമ്മൾ ഓഫ് ആക്കിയാലും വീണ്ടും സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ആ മെമ്മറി അവിടെ തന്നെ ഉണ്ടാവും, അത് നഷ്ടപ്പെടില്ല. അതാണ് റീഡ് ഓൺലി മെമ്മറി. ദെൻ റാൻഡം ആക്സസ് മെമ്മറി പലതരത്തിലുള്ളതുണ്ട്. എസ് റാമും അതേപോലെ ഡി റാമും ഉണ്ട്. സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. ദെൻ അതേപോലെ തന്നെ റീഡ് ഓൺലി മെമ്മറിയും പല രീതിയിലുണ്ട്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രോണിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇറേസബിൾ ഇലക്ട്രോണിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അങ്ങനെ പല രീതിയിലുള്ള റീഡ് ഓൺലി മെമ്മറീസ് ആർ ദെയർ. ഇതെല്ലാം ടേംസ് മാത്രം മനസ്സിലാക്കുക, അതിന്റെ എലാബറേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, സ്റ്റാറ്റിക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഉണ്ട്, ദെൻ കോമ്പാക്ട് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ്. ഇതെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തോ അല്ലാതെയോ സൂക്ഷിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഹാർഡ് ഡിസ്കും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സും എല്ലാം. സോ as we said, primary memory രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. റാൻഡം ആക്സസ് കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി, റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്സസിന് വേണ്ടിയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട ഡേറ്റ ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യണം. ആ ടൈമിലൊക്കെയാണ് നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി നമ്മുടെ കമ്പ്യൂട്ടർ സ്വയം യൂസ് ചെയ്യുന്നത്. നമ്മളായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല, കമ്പ്യൂട്ടർ ഡയറക്റ്റ് ആയിട്ട് ആ മെമ്മറി യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ these are volatile in nature. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. There are 2 types of RAM, dynamic RAM and static RAM. ഡൈനാമിക് റാമും പല വെർഷൻസ് ഉണ്ട്, അതൊന്നും നമ്മളെ സംബന്ധിച്ച് റെലവെന്റേ അല്ല. നമ്മൾ ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രം അറിയാം. DRAM stands for ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. SRAM stands for സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. That will be enough. Then റോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ROM computer memory. ROM stands for read only memory. നമുക്ക് അതിനകത്തേക്ക് അഡീഷണലി റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ. കമ്പ്യൂട്ടറിന് ആവശ്യമുള്ള ഡേറ്റ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ മെമ്മറി യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. സോ ബൂട്ട് സ്ട്രാപ്പ് കോഡും അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കോഡുകളെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് റാൻഡം റീഡ് ഓൺലി മെമ്മറിക്കകത്താണ്. ഓക്കെ, അത് റീഡ് ഓൺലി മെമ്മറിയുടെ പാർട്ട് ആയിരിക്കും. So when the computer is turned on, the CPU can begin reading information stored in ROM without the need of drivers or other complex softwares to help it communicate. The ROM usually contains bootstrap code, which is a set of instructions a computer needs to carry out to become aware of the operating system stored in the secondary memory, and to load parts of operating system into primary memory so that it can start up and become ready to use. So basic purpose എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ബൂട്ടപ്പ് ആയി ബന്ധപ്പെട്ട, ബൂട്ടപ്പ് മീൻസ് ഓപ്പണിംഗ്, കമ്പ്യൂട്ടർ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് റീഡ് ഓൺലി മെമ്മറിയിലാണ്. സോ ദാറ്റ്
ഓരോ തവണയും സെക്കൻഡറി മെമ്മറിയിലേക്ക് പോയി ഡേറ്റ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട. സ്റ്റാർട്ടിംഗ് ടൈം ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യപ്പെടാനും അതേപോലെ സ്റ്റാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് അക്സസ് ചെയ്യാൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു മെമ്മറി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് കമ്പ്യൂട്ടറിന്റെ ഇൻസ്ട്രക്ഷൻസ്, അതായത് സ്റ്റാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻ, ബൂട്ട് സ്ട്രാപ്പ് കോഡ് എന്ന് പറയും, ബൂട്ട് ട്രാപ്പ് കോഡ് എന്ന് പറയും. ഈ കോഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം സേവ് ചെയ്യപ്പെട്ടിട്ടുള്ളതും റോം കമ്പ്യൂട്ടർ മെമ്മറിയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സെക്കൻഡറി മെമ്മറി സ്റ്റോറേജിലേക്ക് വരുമ്പോൾ, ആസ് വി ഓൾറെഡി സെഡ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആർ ദേർ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, ഒപ്റ്റിക്കൽ അതായത് CD or DVD ഡ്രൈവ്സ്, ദെൻ ടേപ്പ് ഡ്രൈവ്സ് ആർ ദേർ. സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയിൽ വരുന്നതാണ് നമ്മൾ ഇന്നത്തെ ടെക്നോളജീസ് ഉപയോഗിച്ചുള്ള 3D നാനോ ടെക്നോളജി, ദെൻ ക്ലൗഡ് സ്റ്റോറേജ്. വാട്ട് യു മീൻ ബൈ ക്ലൗഡ് സ്റ്റോറേജ്? നമ്മളിപ്പോ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ്, ഇതെല്ലാം ക്ലൗഡ് ആണ്. നമ്മൾ ഡേറ്റ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാതെ ഒരു എക്സ്റ്റേണൽ ക്ലൗഡിൽ, അതായത് എക്സ്റ്റേണൽ ഇന്റർനെറ്റ് പ്രൊവൈഡറിന്റെ അടുത്ത് സൂക്ഷിക്കുന്നു. ഗൂഗിൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഡ്രൈവ്, നമ്മളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാത്ത ഡേറ്റ, ആ ഡേറ്റ എന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ക്ലൗഡിൽ സേവ് ചെയ്തിരുന്നു. സോ ലൈക്വൈസ് അത്തരത്തിലൊരു എക്സ്റ്റേണൽ സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് ആണ് ക്ലൗഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മളായിട്ട് മേടിക്കുന്നതല്ല, ഇതൊരു ഒരു എക്സ്റ്റേണൽ പാർട്ടിയുടെ മെമ്മറിയാണ്. അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള അവകാശമാണ് പലപ്പോഴും നമ്മൾ മേടിക്കുന്നത്. ചില മെമ്മറി കൂടുതലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണലി എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതൊക്കെ ക്ലൗഡ് സ്റ്റോറേജിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റോമിലേക്ക് വരുവാണെങ്കിൽ റോം ഈസ് നോൺ വോളറ്റൈൽ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. ദെൻ RAM means volatile, means it gets erased. Then RAM എന്ന് പറയുന്നത് we can read and write. ഫാസ്റ്റ് മെമ്മറി ആണ്, നമുക്കത് എഴുതാനും അതേപോലെ റൈറ്റ് ചെയ്യാനും അതേപോലെ റീഡ് ചെയ്യാനും ഈ മെമ്മറി ഉപയോഗിക്കാം. പക്ഷേ when it comes to ROM റീഡ് ഓൺലി ആണ്. റോമിലേക്ക് നമുക്ക് അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അതിൽ നിന്നും ഡേറ്റ, അതായത് ബൂട്ട് ഇൻസ്ട്രക്ഷൻസ് പോലുള്ള ഡേറ്റ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റോം യൂസ് ചെയ്യുന്നത്. ദെൻ യൂഷ്വലി യൂസ്ഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. റോമിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, വളരെ കുറച്ചേ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. വെൻ റാമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് തന്നെയാണ്. പക്ഷേ CPU നമുക്ക് കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ റാമിന്റെ കപ്പാസിറ്റിയും കൂട്ടിയേ പറ്റും. റാം കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ സ്പീഡ് കൂടും, റാം കപ്പാസിറ്റി കുറവാണെങ്കിൽ സ്പീഡ് കുറയും. ദെൻ cannot be written so quickly. I mean, പെട്ടെന്ന് റൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു റീഡ് ഓൺലി മെമ്മറി ആണ്. റോമിലേക്ക് നമുക്ക് ഡേറ്റ എഴുതാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ റാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഡേറ്റ ഇമ്മീഡിയറ്റ്ലി റിക്കവർ ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ചെയ്യാനും സാധിക്കും. സോ ദീസ് ആർ ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. As we already said, there is another type of memory that is called cache memory. Cache memory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മേജർ സ്റ്റോറേജ്, നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്നും CPU-വിന് എന്തെങ്കിലും ഡേറ്റ വേണമെങ്കിൽ CPU ഇൻസ്ട്രക്ഷൻ മെമ്മറിക്ക് കൊടുക്കണം, മെമ്മറിയിൽ നിന്നും ഡേറ്റ റിക്കവർ ചെയ്ത് ഇവിടെ എത്തണം. സോ റെഗുലർ ആയിട്ട് നമ്മൾ CPU ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഡേറ്റാസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഡയറക്ട്ലി മെമ്മറിയിൽ പോയി എടുത്തുകൊണ്ടുവരുന്ന ആ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്റർമീഡിയറി സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ പ്രോസസർ അത്തരത്തിലൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ആ ഫെസിലിറ്റിയാണ് കാche മെമ്മറി എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, നമ്മൾ CPU-വിന് ഇമ്മീഡിയറ്റ് അക്സസിന് വേണ്ട ഡേറ്റ മെമ്മറിയിൽ പോയി മെമ്മറിയിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ടൈം ലാഗ് ഒഴിവാക്കണം. അതിനുവേണ്ടി ഒരു ഇമ്മീഡിയറ്റ് സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇന്റർമീഡിയറി സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ നമ്മളുടെ പ്രോസസർ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്ന ഇന്റർമീഡിയറി സ്റ്റോറേജ് ഫെസിലിറ്റിയെയാണ് നമ്മൾ കാche മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ലിസൺ. ഇറ്റ്സ് ഓൾസോ കോൾഡ് CPU memory. It's a high-speed memory that a CPU can access more quickly than it can access regular random access memory. RAM access ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് ആവശ്യമുള്ള ഡേറ്റ, ഏറ്റവും ഇമ്മീഡിയറ്റ്ലി റിക്വയർമെന്റ് ഉള്ള ഡേറ്റ
പെട്ടെന്ന് തന്നെ CPU-ലേക്ക് എത്താൻ വേണ്ടി മറ്റൊരു സ്റ്റോറേജിലേക്ക് പോകാതെ സ്വന്തം ഫെസിലിറ്റിക്കകത്ത്, അതായത് CPU-നകത്ത് തന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ ഒരു രീതിയെയാണ് ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. The memory is typically integrated directly into the CPU chip. CPU-നകത്ത് CPU-ൽ കറക്റ്റ് ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. The purpose of cache memory is to store program instructions and data that is used repeatedly in the operation of programs or information that the CPU is likely to need next. CPU-ന് immediately വേണ്ടി വരുന്ന ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഇൻഫർമേഷൻസിനെ എല്ലാം ഡയറക്ട്ലി മെമ്മറി കൊണ്ട് സേവ് ചെയ്യാതെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നു. ആ നടുക്കുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് നമ്മൾ ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. Okay. Second question. Select the option that shows the storage devices in the order of capacity from the lowest to highest. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ലോവസ്റ്റ് തൊട്ട് ഹയസ്റ്റ് വരെയുള്ള സ്റ്റോറേജ് ഡിവൈസസിന്റെ ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഡിവൈസസ് മാത്രമേ നമ്മുടെ തന്നിട്ടുള്ളൂ. CD-ROM, DVD-ROM, ബ്ലൂറേ. ഇതിൽ ഏറ്റവും കുറച്ച് സ്റ്റോറേജ് ഉള്ള ഏതിനാണ്, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഏതിനാണ്? ഏറ്റവും കുറവ് ഏതിനാ? CD-ROM. ഓക്കെ, വെരി ഗുഡ്. CD-ROM. രണ്ടാമതോ? നോർമലി 700 MB. രണ്ടാമതോ? DVD-ROM. നോർമലി 4.7 GB. മൂന്നാമതായിട്ട് ബ്ലൂറേ 12 GB മുതൽ മുകളിലേക്ക് പോകും. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഓർഡർ. ആ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ സ്റ്റോറേജ് ഡിവൈസസിൽ നിന്നും പലതവണയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റിഗാർഡ് ടു കമ്പ്യൂട്ടർ മെമ്മറി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, read only memory is a volatile memory. Second, random access memory is a volatile memory. Third, secondary memory is a volatile memory. Which one is true? Option B. B. അതായത് റാൻഡം ആക്സസ് മെമ്മറി മാത്രമാണ്, റാം മാത്രമാണ് വോളറ്റൈൽ മെമ്മറി. ബാക്കിയുള്ള റീഡ് ഓൺലി മെമ്മറി നോൺ വോളറ്റൈൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോൺ വോളറ്റൈൽ മീൻസ് മാഞ്ഞു പോവില്ല, സ്ഥിരമായിട്ട് കിടക്കും. അതേപോലെ തന്നെയാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി നമ്മുടെ CD ഡ്രൈവ് എല്ലാം സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും, മാഞ്ഞു പോവില്ല. സോ ദിസ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി, അല്ലാതെ വോളറ്റൈൽ മെമ്മറി അല്ല. So what is volatile memory? As I already told you, the computer storage that only maintains its data while the device is powered. Device switched on ആണെങ്കിൽ മാത്രം ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡിവൈസ് സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഡേറ്റ പോകുന്നു. ഓക്കെ.